ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. വൈൽഡ് കാർഡുകളെ വിളിച്ചു നിർത്തി പണി കൊടുക്കാൻ ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. എല്ലാവരും കൂടി ഒനീലിനെയാണ് സെലക്ട് ചെയ്തത്. ചേരുംപടി ചേർക്കുക എന്ന ടാസ്കിൽ നിന്നും പുറത്തായവരിൽ ആകെ ബാക്കിയുള്ളത് ജിസേലാണ്. അപ്പൊ ഈ സെയിം പണിക്കായിട്ട് ജിസേലിനെ ഇവര് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഓരോരുത്തരെ വീതം സെലക്ട് ചെയ്യണം, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട്. ഇത് മറ്റേ മിമിക്രി പരിപാടിയല്ല കേട്ടോ, മറ്റേ ട്രോൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ സാധനമല്ല. കോപ്പി ടാസ്ക് പോലത്തെ ഒരു സംഭവമാണ്. പറയുന്ന കാര്യങ്ങൾ അതേപടി കോപ്പി ചെയ്ത് പറയണം. ഒനിയിൽ സെലക്ട് ചെയ്തത് ഷാനവാസിനെയും ജിസേൽ സെലക്ട് ചെയ്തത് അനുമോളയുമാണ്. അനുമോളുടെ പുറകെ നടന്ന ജിസേൽ നല്ല എന്റർടൈനിങ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആദ്യം ടാസ്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അനുമോളുടെ പ്ലാച്ച് പോലത്തെ ഒരു പാവേനെയും വെച്ചിട്ട് പാവയെ കൊഞ്ചിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഷാനവാസ് ഒരക്ഷരം മിണ്ടാത്തതിനാൽ അനീഷ് പ്രൊവോക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ഷാനവാസേ, ടാസ്കിനോട് ഒരു നീതി പുലർത്ത് ഷാനവാസേ, ഒനിയിൽ നീ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പോയി അവരിയ്ക്കുന്ന ആ ഒരു ബീം ബാഗിന്റെ നടുക്ക് പോയി ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഷാനവാസ് അനീഷിനെ പറ്റി മറ്റേ സ്ഥിരം അടിക്കുന്ന മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, അനീഷ് തറയിലിന്റെ പരിപാടി അവസാനിപ്പിക്കുക, തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പ്രൊവോക്ക് ആക്കാൻ നോക്കുന്നുണ്ട്. അനിൽ അതിന് റിപ്പീറ്റും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈവിനകത്ത് ഈ ഒരു ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ജിസേൽ അനുമോളയും ഒനിയില് ഷാനവാസിനെയും റിപ്പീറ്റ് പറഞ്ഞ് പുറകെ നടക്കണം. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു വഴക്ക് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. ശൈത്യ, ആര്യൻ, അനുമോള ഇവരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസാണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.